നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സി ടീമിലുണ്ടാകുമ്പോൾ ഇൻ്റർ മയാമിക്ക് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നത്തെ കളി നോക്കുക, പോർട്ടോ അത്ര മോശം ടീമല്ലല്ലോ, എല്ലാവർക്കും അറിയാം. യൂറോപ്പിലെ വമ്പൻ ടീമുകളുടെ കൂട്ടത്തിൽ എണ്ണുന്ന ടീമാണ് പോർച്ചുഗീസ് ക്ലബ്ബായ FC പോർട്ടോ. സ്ഥിരം സാന്നിധ്യമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. ആ ടീമിനെതിരെയാണ് 2-1 വിജയം അവർ നേടിയിരിക്കുന്നത്. മഷ്റാന വിലയിരുത്തിയ പോലെ ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ആദ്യ പകുതിയിലും അങ്ങനെ തന്നെയാണ്. വിത്ത് ബോൾ വിതൗട്ട് ദി ബോൾ എൻ്റെ ടീം നന്നായി കളിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. മെസ്സി ഉപയോഗിക്കുക, അതുവഴി മുന്നോട്ട് പോവുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. മെസ്സി തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജ്. പിന്നെ അവരുടെ വീക്ക് പോയിൻ്റ് എന്താണ്? അവരുടെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റായിട്ട് ഇപ്പോൾ അവരുടെ ആരാധകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കളിക്കാരനുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു കാലത്ത് ഫുട്ബോൾ ലോകം വിറപ്പിച്ച സ്ട്രൈക്കറാണ്. യെസ്, ലൂയിസ് സുവാരസ്. സുവാരസിന് ഇത്തരം കോമ്പറ്റീഷൻസ് കളിക്കാനുള്ള ഫിറ്റ്നസ് ഇപ്പോഴില്ല എന്നാണ് പൊതുവെ ആരാധകർ വിലയിരുത്തുന്നത്. ഇന്ന് കണ്ടൊരു കണക്ക് നോക്കുക, 90 മിനിറ്റ് അദ്ദേഹം കളിച്ചു. ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വകയില്ല, ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വകയില്ല, ഒരു കീ പാസ് പോലും അദ്ദേഹം കൊടുത്തില്ല. മെസ്സിയുടെ 2 അസിസ്റ്റ് ആകേണ്ടിയിരുന്ന മികച്ച 2 പാസുകൾ അദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞു. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഓടാൻ പോലും കഴിയുന്നില്ല. പലരും പറയാറില്ല, ലീവ് ദി ഫുട്ബോൾ ബിഫോർ ഇറ്റ് ലീവ്സ് യു. ബട്ട് സുവാരസിൻ്റെ കാര്യത്തിൽ പ്രോബബ്ലി നീഡ് എ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ട്രക്ചർ ആവശ്യമാണെന്ന് പറഞ്ഞു പോലും ഇപ്പോൾ ആരാധകരെ സങ്കടപ്പെടുന്നു. കളിയാക്കി പറഞ്ഞതാണ്, പക്ഷേ സങ്കടം കൊണ്ട് പറയുകയാണ്. സുവാരസ് എന്ന മുന്നേറ്റ നിരക്കാരനല്ലായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഗോൾ സാധ്യത ഉണ്ടാകുമായിരുന്നേനെ എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ സുവാരസ് ഗ്രമിയോ വിട്ടപ്പോൾ പറഞ്ഞത് നമ്മൾ ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ കാൽമുട്ടിന് പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു ലെവലിൽ എനിക്കിനി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ? ബ്രസീലിയറോ സിരിയയിൽ ബ്രസീലിയൻ ലീഗിൽ എനിക്കിനി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലെവൽ വളരെ ഹൈ ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് ഗ്രമിയോ വിട്ടത്. ആ താരമാണ് പിന്നീട് ഇൻ്റർ മയാമിയിൽ വന്ന് അവരുടെ പ്രധാന സ്ട്രൈക്കർ ആവുന്നത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയുണ്ട് കാര്യങ്ങൾ. ഏതായാലും സുവാരസ് മയാമിയുടെ വീക്ക് പോയിൻ്റ് ആവുകയാണോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.